സുരേഷ് ഗോപി തൃശ്ശൂർ വന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നമ്മുടെ തൃശ്ശൂർ ഈ തൃശ്ശൂർ ദേശത്തിന് ഗുണം ഉണ്ടാവും. ഞാൻ കോൺഗ്രസ്സുകാരനാ, പണ്ട് കാര്യമില്ല. പക്ഷെ എല്ലാ തെണ്ടികളൊക്കെ പോട്ടെ, കുറച്ച് തെണ്ടികളൊക്കെ പോട്ടെ, സുരേഷ് ഗോപി വരട്ടെ. ഇവിടെ ജാതി ക്രിസ്ത്യൻ വോട്ടിൽ ഒരു കുന്നോട്ട് ആൾ കിട്ടിയിട്ടുണ്ടാവും. ക്രിസ്ത്യൻ വോട്ടിൽ ഒരുപാട് വോട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യൻ വോട്ടിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുപാട് ആൾ കിട്ടിയിട്ടുണ്ടാവും. സ്ത്രീകളുടെ വോട്ട്, അതായത് അയാൾ നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ ഇവിടെ ജയിക്കട്ടെ. അവരൊക്കെ കുറച്ച് തെണ്ടികളൊക്കെ പോട്ടെ, പുറത്ത് അത് പോട്ടെ, നല്ലൊരു മനുഷ്യൻ ജയിക്കട്ടെ. അതായത് ചരിത്രത്തിൽ ആദ്യമായി എന്ന് പറഞ്ഞാലേ ഇവിടെ ഭൂരിപക്ഷം ആയിരിക്കണോ എല്ലാവരും പുലികളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000-2000 വോട്ടും ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിലിപ്പോൾ എന്തുണ്ടായേ, ഞങ്ങൾ വിചാരിച്ച പാർട്ടി ജയിച്ചു. ഞങ്ങളിപ്പോൾ ഒരിക്കലാണ്ട ഇവിടെ പടക്കം പൊടിക്കണണ്ട, ഞങ്ങൾക്ക് ആരും തന്നിട്ടൊന്നല്ല, ഞങ്ങൾ അടിച്ച് പൊളിക്കൂടാ ഇന്ന് നാളെ പൊരി. അപ്പോൾ എല്ലാവരും ഭരിക്കുന്ന ആൾക്കാർ ഭരിക്കാണ്ട് വീട്ടിൽ കുത്തിരുന്നാണ്ട് കാര്യമില്ല, പണിയെടുക്കണം. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കരുതെന്ന് പറയും. അധ്വാനിക്കുന്നതിന് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അവൻ വന്നിട്ട് ഇവിടെ അങ്ങനെ നടന്നു, അങ്ങനെയൊക്കെ ചെയ്തു, അതിന് ഗുണം അവന് കിട്ടി. അല്ലാണ്ട് അടുക്കളയിൽ ഇരുന്നിട്ട് ജയിച്ചോളും എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല വേണ്ടത്. നമുക്ക് അണിയറിയുന്ന പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുന്നവനാണ് വേണ്ടത്. അങ്ങനെയുള്ള ആളിന് ഇപ്പോൾ ഞങ്ങളെ മീൻ മാർക്കറ്റിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ആൾ കറക്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ട് വർത്താനം പറയണമെങ്കിൽ ഞങ്ങൾ പൊരിക്കും. ആളെ അടുത്ത് നേരിട്ട് വർത്താനം പറയും. ഞങ്ങൾക്ക് അതിനൊരു മടിയില്ല. ഇനിയിപ്പോൾ ആളെ എവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറയും, കാര്യങ്ങൾ എഴുതി കൊടുക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ല. നല്ല മനുഷ്യനെ ജയിച്ച് അവൻ ഇലക്ഷനിൽ നിന്നില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാത്. വികസനം ഉണ്ടാവുന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ്. വികസനം ഇപ്പം ആള് വരുന്നത് എവിടേക്കാ? ആദ്യം തൃശ്ശൂർ വരുന്നത്. ഞങ്ങളിവിടെ എല്ലാവരും പൊരിക്കാൻ തന്നെ നിൽക്കണത്. പൊരിക്കുന്ന എല്ലാവരും 2000 വോട്ടിന് ജയിക്കണോ, 70 ചെല്ലാനോ വോട്ടിന് പോയില്ലേ? അപ്പോൾ അതൊക്കെ ഉണ്ടാവണത് എങ്ങനെയാ? ചലനം എന്താ വെച്ചാൽ ഉറങ്ങിക്കിടക്കണവനെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. ഉണരാണ്ടിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കണം. അവൻ പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മളും അതിലാണ് ചേരുക. അല്ലാണ്ട് വേറെ ഇരിക്കുന്നവിടെ വോട്ട് ചെയ്തൊരു 10 പൈസക്ക് കാര്യമില്ല. ഏത് ആളതിലെന്താ കാര്യം? നമ്മൾ നല്ല ആൾക്ക് വേണ്ടി ചെയ്യും. അവന് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൻ കക്കാനും നിൽക്കില്ല. അവൻ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്നുള്ള ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ള കാരണമാണ് ഇത്ര വലിയ വോട്ടിന് ജയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വലിയൊരു വോട്ട് ചെയ്യുമോ? അല്ലെങ്കിൽ അവരെ പ്രവർത്തകർ അവർ ജയിച്ചാലും അവർ അതിന് വേണ്ടിയിട്ട് അവരെ ഭരിക്കാനായിട്ട് അനുവദിക്കില്ല. അവർ ഒരങ്ങനെ മതി ഇങ്ങനെ മതി എന്ന് പറയും. ഇവൻ ധൈര്യത്തിൽ ചെയ്യുന്നുള്ള വിശ്വാസം അടുത്ത പ്രാവശ്യം അവൻ ജയിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഞാനൊരു കാര്യം പറയാന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തിന് ആ മനുഷ്യൻ എന്താ വെച്ചാൽ എന്താ വെച്ചാൽ ആള് ജയിക്കണം എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂരിനൊരു വികസനം അത്രയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ പാവപ്പെട്ട കുടുംബങ്ങളിനെ ആള് നോക്കുന്നുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളിനെ ആള് നോക്കി സഹായം ആള് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആളൊരു സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൃശ്ശൂരിലുള്ള എല്ലാവരും ആൾക്ക് വോട്ട് ചെയ്തു. അത് അത്ര തന്നെയുള്ളൂ. എന്താ വെച്ചാൽ ആള് ജയിച്ചു, സന്തോഷമുള്ളത്. എന്താ വെച്ചാൽ ആള് ജയിക്കണം. പാവപ്പെട്ട കുടുംബങ്ങൾ കുറെ രക്ഷപ്പെടുന്നുള്ള ഒരു മനസ്സാക്ഷിയുണ്ട്. അത്ര ഒരു മനസ്സാക്ഷിയുണ്ട്. അതുകൊണ്ട് ആള് ജയിച്ചിരിക്കണം. അത് ജയിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ ആളെ രക്ഷിച്ചു. 74,000 വോട്ടിന് ആള് ജയിച്ചു. അപ്പൊ പാവപ്പെട്ട കുറെ കുടുംബങ്ങൾ രക്ഷപ്പെടും. എന്തുകൊണ്ടായിരിക്കും മുൻപ് 2 വട്ടം നിന്നിട്ടും ആളെ കൃഷിക്കാർ കൈവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കുറെ നമ്മുടെ പഴയ പരിപാടി ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്താ വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് അവരൊരു സഖ്യാർജി നിൽക്കാറുന്നു. അപ്പൊ അവർക്കൊരു ഇതുണ്ടായിരുന്നു, ആള് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും നടക്കും, പിന്നെ ഇത് കിട്ടില്ല എന്നുള്ളൊരു മനസ്സ് അവരുടെ മനസ്സിലുണ്ടാവും. അല്ലാണ്ട് 2 പേരിലും കൈയും കാലും വരില്ലല്ലോ. ഈ കൊല്ലം എല്ലാവരും ജനങ്ങൾക്ക് മനസ്സിലായി ആള് ജയിച്ചാലേ ഇവിടെ എന്തെങ്കിലും നടക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും തൃശ്ശൂരിലുള്ള ജനങ്ങൾ മൊത്തം ആൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു.
അത്രേ ഉണ്ടായുള്ളൂ. ഒരു മിനിറ്റ് തൃശ്ശൂർ മാറും. ഹലോ അല്ല എന്തുകൊണ്ട് രണ്ടൂടെ കൈവിട്ടു? കൈവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പാടില്ല, BJP തുറക്കാൻ പാടില്ല എന്ന വാശിയുള്ള ആൾക്കാർ കുറേ ഉണ്ട്. അവര് അതൊന്ന് 2 പ്രാവശ്യം അങ്ങനെ പറ്റിയെങ്കിലും ജനത്തിന് തെറ്റുപറ്റി. അതുകൊണ്ട് അവർ ഈ പ്രാവശ്യം നല്ല നിലയ്ക്ക് അവരെ ബുദ്ധി വെച്ചിട്ട് കേരളക്കാർ സംസ്കാരം ഇതാണ്. പിന്നെ കേരളത്തിൻ്റെ മെയിൻ അക്ഷരാഭ്യാസം ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർ ഇപ്പം മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കണ്ടെന്നും ഞാൻ ഏത് പാർട്ടിയാന്ന് നോക്കണ്ടെന്നും അത് വിചാരിച്ചിട്ട് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇത്ര വോട്ട് കിട്ടിയത്. അല്ലെങ്കിൽ എങ്ങനെ കിട്ടും ഇത്ര വോട്ട്? ഇതുവരെ ഇത്രയും വോട്ട് കിട്ടിയുള്ള വല്ലവരും ജയിച്ചിട്ടുണ്ടാ? അത് അത്ര തന്നെയുള്ളൂ പറയാനായിട്ട്. പറയണമെങ്കിൽ കുറേ പറയാം. പിന്നെ രാഷ്ട്രീയമാകുമ്പോൾ അധികം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെന്നേലും കിട്ടും. അത് കാരണം കൊണ്ട് പറയുന്നില്ല. കേരളം മുഴുവൻ തൃശ്ശൂരിലേക്കാണ് ഇപ്പോൾ. തൃശ്ശൂർ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സുരേഷ്. നമ്മളൊരു പാർട്ടി ബന്ധമല്ല, ആ സ്നേഹമുണ്ട് ഭരണമില്ല. നമ്മൾ BJP കാരനാണ്. സുരേഷ് കയറണം. മാർക്സിസ്റ്റ് പാർട്ടികൾ കയറിയിട്ട് ഒരു കാര്യമില്ല, ഒരു കഥ നടക്കണില്ല. ഇപ്പോൾ കോൺഗ്രസ് കയറിൻ്റെ കാര്യമില്ല. ഒരാൾ ഭരണം മാറി കയറട്ടെ. തൃശ്ശൂരിൽ ആദ്യമായിട്ടാണോ ഒരു അക്കൗണ്ട് BJP? BJP ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈമാണ് BJP. ഒരുപാട് വികസനങ്ങൾക്ക് സാധ്യതയാണ്. സാധ്യത. നമ്മൾ അത് പറയണല്ലോ. സുരേഷ് ഗോപി എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. 5 വർഷം കൊണ്ട് ഒരു വലിയ മാറ്റം തന്നെ തൃശ്ശൂർ മാറ്റം ഉണ്ടാവും. നമ്മളത് പറയണല്ലോ. ആള് ചെയ്യുന്ന കാര്യങ്ങൾ ആള് ഭംഗിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ എല്ലാ കാര്യം. പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ അതാണ്. വർഷങ്ങളിലൊക്കെ ഇനി അവർക്ക് സാറേ നമ്മൾ ഒരു പാർട്ടിയല്ല, നമ്മൾ ആര് ഭരിച്ചാലും നമുക്ക് പിന്നെ നമുക്ക് അവ സിനിമ നടന്നെ അത് വേറെ അതിലല്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള വോട്ട് ചെയ്യാം അല്ല ചേട്ടാ. നമ്മൾ ഒരാളും പറയല്ല, നമുക്ക് ഇഷ്ടമാണ് അവനെ സുരൂപിനെ. നമ്മൾ വോട്ട് ചെയ്തില്ല അവന് അതിനെ ചെയ്തോളാം. നമുക്ക് BJP ആണ്. ഞാൻ പല പടക്കം പൊട്ടിച്ചാ പടക്കം അവിടെ പൊട്ടിച്ചാ പടക്കം അതൊന്നും അല്ലാണ്ട് വേറൊന്നുമല്ല. നമുക്ക് ജയിക്കണം. ഭരണം നമ്മൾ മാറണം. എന്താ കാരണം ഒരു ഭരണം ഒരാളെ കയ്യിലിരിക്കാൻ പാടില്ല. ഞാൻ അവര് ഭരിക്കട്ടെ. അപ്പൊ വേറെ ആരെങ്കിലും വെച്ചിട്ട് അവര് പൊട്ടാന്ന് കഴിഞ്ഞാൽ എന്നിട്ടാ കേരളത്തുകാര് പറയുന്നത് തൃശ്ശൂരുകാര് പറയുന്നത് ഈ 5 കൊല്ലം ആളെ ഭരിച്ചിട്ട് അടുത്ത കൊല്ലം ആളഞ്ഞ് ഒരു പ്രചരണത്തിന് നടക്കണ്ട. ആള് ജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അക്രമം തൃശ്ശൂർ സിറ്റി അത്ര ഉറപ്പുണ്ടെന്ന്. അതിന് പറഞ്ഞ ലോക്സഭ എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി അതാ പറഞ്ഞ. ഇനിയിപ്പോ ആള് ജയിച്ചു കഴിഞ്ഞാ തൃശ്ശൂര് ബാംഗ്ലൂർ സിറ്റി അക്രമമാവും സാറേ. ബാംഗ്ലൂർ അത് ആള് ചെയ്തിരിക്കും. എന്താ വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ആൾക്ക് ശമ്പളം കിട്ടിയിട്ടൊന്നുമില്ല. ആളെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടുണ്ട് ഇത്രയധികം ആൾക്കാരെ സഹായിച്ചത് സാറേ. അത് സാറിന് മനസ്സിലാവണ്ട. പിന്നെ ഒരു കാര്യം അയാൾ ചെയ്തു. മറ്റേ ട്രാൻസ്ജെൻഡേഴ്സില് അവര് ഈ 12 പേരാളുടെ വീട്ടിൽ പോയി ഈ പിണറായി വിജയൻ 12 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ആള് ചെന്നാവശ്യം ചെക്കൊപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇവർ കരഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു, സാറാ ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ കാശ് കിട്ടുമ്പോൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെടുത്ത ആവശ്യം എന്ന് പറഞ്ഞത് പറയൂ. ആള് പറഞ്ഞു, ആ ഗവൺമെൻറ്റിൽ നിന്ന് പറഞ്ഞ കാശിൽ നിന്ന് നിങ്ങളുടെ പോലത്തെ ആൾക്കാരില്ലേ അവർക്ക് ആ കാശ് കൊടുക്കാനാണ് പറഞ്ഞത്. അതേപോലെ പുതുക്കാട് ഇങ്ങനെ പോയി. ആള് പ്രകടനത്തിന് പോയിട്ട് വരുന്ന സമയത്ത് ഒരു അമ്മാമ്മ ഓടി വന്ന് കരഞ്ഞ് കെട്ടിപ്പിടിച്ചു. 7 കൊല്ലമായിന്ന്, അല്ല 7 മാസമായിന്ന് ഏത് പെൻഷൻ കിട്ടിയിട്ട്. അപ്പം എടുത്ത വിശാളെന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നവരെ അക്കൗണ്ടിലേക്ക് ഞാൻ എൻ്റെ ഫണ്ടിൽ നിന്ന് എൻ്റെ കാശിൽ നിന്ന് അമ്മാമ്മയ്ക്ക് അക്കൗണ്ടിലേക്ക് എന്നും വരും കേട്ടോ. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരെ ആളെ അക്കൗണ്ടിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിന് മേലേക്ക് സഹായം ഞാൻ ആരും ചെയ്യുക. ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലേ? കള്ളം വരുന്നത് കക്കാനാ. ഇവൻ കക്കാനല്ല വരെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാ. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇനി നിൽക്കണമെങ്കിൽ ഞങ്ങൾ അഭിനയം ജയിപ്പിക്കും. അത്രേ ഉള്ളൂ. വേറെ അല്ലാണ്ട് ഞങ്ങൾ കക്കാൻ വരുന്ന കള്ളന്മാരുടെ കൂടെ നിൽക്കില്ല. നല്ല ആൾക്കാരെ കൂടെ നിന്നിട്ട് ജയിപ്പിക്കാൻ നോക്കുള്ളൂ.
അതല്ലേ ഉള്ളു. അല്ലാണ്ട് ഞങ്ങള് പിന്നാലെ പോയിട്ട് ഞാൻ മറ്റേ പാർട്ടിയായിരുന്നു ഈ പാർട്ടിയാന്ന് പറയില്ലെങ്കിൽ നല്ല പാർട്ടിയാരോ ജനങ്ങൾക്ക് ഉപകാരമുള്ള പാർട്ടി അവര് വോട്ട് ചെയ്യുള്ളൂ. അതിന് ഞങ്ങളുടെ പാർട്ടി ഓക്കെ അല്ലേ? നല്ല ഒരു തീരുമാനമാണ് ജനങ്ങൾ ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപി ജയിച്ചത് നാടിന് നല്ലതുണ്ടാവും. മാറ്റത്തിന്റെ ഓട്ടാണോ എല്ലാവരും കൂടി ചെയ്തത്? ആയിരിക്കാം, തിരിച്ചറിവും. പിന്നെ കുറച്ച് നാളെ 2 തവണ എന്തോ മിസ്സിങ് ആയില്ലേ, അപ്പൊ അതിന്റെ ഒരു മാറ്റം വരട്ടെ ജനങ്ങൾക്ക്. അവസാനം സുരേഷ് ഏട്ടൻ തൃശ്ശൂർ അതിനുള്ള പല ആൾക്ക് കിട്ടി. ആള് നന്നായി വർക്ക് ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആള് ചെയ്യുമെന്ന് വിചാരിക്കണം. ഇത് മാറുമെന്ന് വിചാരിക്കുക. അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് ആളെ ഒരു ഇതിലാക്കി വെച്ചിട്ടല്ലോ. ഇനി അടുത്തത് ആളുടെ സ്റ്റെപ്പാണ്. ആൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കും. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആളുടേതാണ്. അപ്പോൾ ഇനി സുരേഷ് ഗോപിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ വിജയത്തിലല്ല ഇനി വരേണ്ട കാര്യം. വിജയം ഇതൊന്നും ഒന്നിലും പെട്ടതല്ല. അതൊരു ഫുട്ബോൾ സ്പിരിറ്റാണ്. ജയിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അത് ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. എന്താന്ന് കാത്തിരുന്ന് കാണാം. അത്രേ പറയാനുള്ളൂ. ഓക്കെ, എന്താണ് എൻ്റെ ഒരു നല്ല ജയിക്കട്ടെ. അതായത് മാറി മാറി വന്ന ഭരണങ്ങൾ LDP UDP എവിടെ ജയിച്ചിട്ട് ഒന്നും നടന്നില്ല തൃശ്ശൂർ ജില്ലയിൽ. ഒരു കാര്യം അവർ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഞങ്ങളൊരു മാറ്റത്തിന് വേണ്ടി ഞങ്ങളൊക്കെ സുരേഷ് ഗോപിയാണ് വോട്ട് ചെയ്തത്. ഞാൻ പലരോടും പറഞ്ഞു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നടക്കട്ടെ, അവൻ ജയിക്കട്ടെ, ഒരു മാറ്റം വരട്ടെ, അവന് പറ്റിക്കാൻ ചെയ്യട്ടെ, ഒരു മാറ്റം വരട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നു ആത്മാർത്ഥമായിട്ട്. തൃശ്ശൂർ മാറും. കാരണം എന്തുണ്ടെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ട് സുരേഷ് ഗോപിക്ക്. മാറണം ഞങ്ങളുടെ ആഗ്രഹം, തൃശ്ശൂർക്കാരുടെ ആഗ്രഹം ആണ്. അവൻ ഇത്രയും ഭൂരിപക്ഷം കൊണ്ട് അവൻ ജയിച്ചത്. 70,000 മേലെ ഭൂരിപക്ഷം ഉണ്ട്. അപ്പം ജയിക്കട്ടെ. ഞാൻ എല്ലാവരോടും സംസാരിച്ചപ്പോൾ ഒരു ആൾക്കാരൊക്കെ അവനെ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളറിയണവരൊക്കെ ചോദിച്ചപ്പോൾ അവനെ വോട്ട് ചെയ്തു. ഒരു മാറ്റം ഇവിടെ ആവശ്യം കൊടുത്തിട്ടുണ്ട്. മറ്റേ LDP UDP ഒക്കെ അവനെ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് പെണ്ണുങ്ങളും സ്ത്രീകളും കോളേജ് പിള്ളേരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ലീഡ് മുന്നുണ്ട്. ഇത് തൃശ്ശൂർ ആദ്യമായിട്ടില്ല, തൃശ്ശൂർ ആദ്യമായിട്ടാണ്. BJP കൊണ്ട് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. ഈ വരുന്ന 5 വർഷം കൊണ്ട് വലിയ വികസനം. അതാ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ട് അവനോട്. നല്ലതാവട്ടെ. ഓക്കെ.